2025 ഫസ്റ്റ് മൂവി തന്നെ ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് ആക്കി തന്ന സോണിനോട് ഒരുപാട് നന്ദിയുണ്ട് പറയാനായിട്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം സോണിനോട് ചോദിക്കാനുണ്ട്, നിങ്ങൾക്ക് വേറെ പണിയില്ലേ? അറിയാത്തോണ്ട് ചോദിക്കുകയാണ്, എന്ത് കണ്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു സിനിമ ഇറക്കി വിട്ടത്? സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ ലെവലായിട്ടാണ് അവർ പ്രസന്റ് ചെയ്യുന്നത്. ആ ഒരു ക്രേവൺ ദ ഹണ്ടർ എന്ന് പറയുന്ന ഒരു വില്ലനാണ്. സോ ആ ഒരു ക്യാരക്ടറിനെ ഭയങ്കര വയലൻസ് ഒക്കെ ആയിട്ട് പൊളിയായിട്ടായിരിക്കും ഒരു പ്രസന്റ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചത്. സിനിമ കണ്ടു നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അവർക്ക് ആ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നും ഇല്ല. ക്രേവൺ ദ ഹണ്ടർ എന്ന് പറയുന്ന സ്പൈഡർ വേഴ്സിലെ തന്നെ ഒരു മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള വില്ലനാണ്. അങ്ങനത്തെ ഒരു വില്ലൻ ക്യാരക്ടറിനെ അവർ ഈ ഒരു സിനിമയിൽ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണണം, നല്ലവനായ ഒരു ഉണ്ണിയായിട്ട്. ആ ഒരു ക്യാരക്ടറിന്റെ ജോലി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അനിയനെ നോക്കണം, അതിന്റെ ഇടയ്ക്ക് അനിയൻ പാസം, അമ്മ പാസം, കുടുംബ പാസം, പാസത്തോടെ പാസം. എന്ത് കണ്ടിട്ടാണ് ഈ ഒരു സിനിമ അവർ പ്രസന്റ് ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇതിൽ സ്റ്റോറി ഇല്ല, ഒരു ഇമോഷൻ ഇല്ല, എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് അതും ഇല്ല. എന്തോ കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്, അല്ലാതെ വേറെ ഒന്നും സിനിമയിലില്ല. ക്രേവൺ ദ ഹണ്ടർ എന്ന് പറയുന്ന സ്പൈഡർ വേഴ്സിലെ ഒരു വില്ലനാണ്. എന്നിട്ട് സ്പൈഡർമാൻ എവിടെ? ആവശ്യമുള്ള ഒരു കാര്യം പോലും സിനിമയിൽ എവിടെയും സംസാരിക്കുന്നില്ല, ഒന്നുമില്ല. സിനിമയിൽ വൻ ബോറാണ്. സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കഥ ഇപ്പോൾ വരും, കഥ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും, ഇപ്പൊ കഥ സ്റ്റാർട്ട് ചെയ്യും. സിനിമ ഫുള്ളും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ, കാരണം അങ്ങനെ ഒന്നുമില്ല. കുറെ ഫുട്ടേജ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതെല്ലാം കൂടി മിക്സ് ചെയ്തൊരു ഔട്ട്. അതിന്റെ പൊന്നോ, എഡിറ്റിംഗ് ഒക്കെ അവാർഡ് കൊടുക്കണം. ഒരു കണ്ടിന്യൂറ്റി ഇല്ല. നമ്മളിപ്പോൾ ഒരു ഹോളിവുഡ് മൂവി കാണുമ്പോൾ അതിൽ സ്റ്റോറി ഇല്ലെങ്കിൽ പോലും അതിന്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റിയോ അല്ലെങ്കിൽ ആക്ഷൻ സീക്വൻസ് ഒക്കെ വെച്ച് നമ്മൾ ആ ഒരു എൻഡിയർ മൂവി കാണും, നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. ഈ ഒരു സിനിമയിൽ അങ്ങനെ പറയാൻ പോലും ഒന്നുമില്ല. ഒരു നല്ലൊരു ഫൈറ്റ് സീക്വൻസ് പോലും ഇല്ല. ഫൈറ്റ് സീക്വൻസ് ഒക്കെ കാണണം, എന്റെ പൊന്നോ. ഫൈറ്റ് ഇവിടെ വേറെ എന്തെങ്കിലും ഒന്നും ഒരു വകയില്ല സിനിമയിൽ. ആൻഡ് പിന്നീട് ഈ ഒരു സിനിമയിൽ ഒരു വില്ലൻ ഉണ്ട്, റൈനോ. ബിൽഡപ്പ് ഒക്കെ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു ഓക്കെ വിഷയമായിരിക്കും. എന്നിട്ട് അവസാനത്തെ സീക്വൻസ് ഒക്കെ കണ്ടപ്പോഴേ സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു അടിപൊളി കോമഡി പീസാണ് പുള്ളിക്കാരൻ. ഈ വർഷത്തെ ഫസ്റ്റ് മൂവി തന്നെ ഇങ്ങനത്തെ ഒരു വലിയൊരു ഇതാക്കി തന്നതിന് സോണിനോട് പിന്നെയും ഒരുപാട് താങ്ക്സ്. സിനിമ പോയി കണ്ടു നോക്കുക, വലുതെന്തോ വരാനിരുന്നു, ഇതിലങ്ങ് പോയി എന്ന് വിചാരിക്കും, അത്രേ ഉള്ളൂ. സോ ഓൾറെഡി മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.